ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസുലിന്റെ ആക്ഷൻ, ഡ്യൂറേഷൻ, ഓൺസെറ്റ് ഇതിനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് കീ പോയിന്റ്സ് ആണ് കേട്ടോ. ക്ലിനിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓൾറെഡി നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 4 ക്ലാസിഫിക്കേഷൻ ആണ്: റാപ്പിഡ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്, ഇന്റർമീഡിയറ്റ് ആക്ടിങ്, ലോങ് ആക്ടിങ്. ഫസ്റ്റ് വൺ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ. അപ്പോൾ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിന് ഇന്നലെ നമ്മൾ ഒരു നോവലോഗും അതുപോലെ ഹ്യൂമലോഗും എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റാപ്പിഡ് ആക്ടിങ്ങിൽ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് അസ്പാർട്ടിലാണ് നമ്മുടെ ഹ്യൂമലോഗ് വരുന്നത്. അപ്പൊ അസ്പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ജനറിക് നെയിമും ഹ്യൂമലോഗ് എന്ന് പറയുന്നത് ട്രേഡ് നെയിമിൽ നമുക്ക് കോമൺലി കാണാൻ പറ്റുന്നത് ഹ്യൂമലോഗ് ആയിട്ടാണ് അസ്പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ലിസ്പ്രോയിലാണ് നമ്മൾ കോമൺലി നമ്മുടെ ട്രേഡ് നെയിമായിട്ട് വരുന്ന നോവലോഗ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഗ്ലൂലിസിൻ. ഓക്കെ, അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ റാപ്പിഡ് ആക്ടിങ്ങിനുള്ളത്: അസ്പാർട്ട്, ലിസ്പ്രോ ആൻഡ് ഗ്ലൂലിസിൻ. നെക്സ്റ്റ് വൺ ആണ് ഷോർട്ട് ആക്ടിങ്. ഷോർട്ട് ആക്ടിങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റെഗുലർ ഇൻസുലിൻ. റെഗുലർ ഇൻസുലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒൺലി ഇൻസുലിൻ ദാറ്റ് ക്യാൻ ബി ഗിവൺ ആസ് IV. IV ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇൻസുലിൻ എന്ന് പറയുന്നത് ഏതാണ്? റെഗുലർ ഇൻസുലിൻ ആണ്. എന്തുകൊണ്ടാണ് റെഗുലർ ഇൻസുലിൻ മാത്രം നമുക്ക് IV ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഈ റെഗുലർ ഇൻസുലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു പ്ലെയിൻ കളറാണ്, അക്വസ് ഫോമുലേഷൻ, ഒരു അക്വസ് രീതിയിലാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇതിന് വലുതായിട്ട് മോഡിഫിക്കേഷൻസ് ഒന്നും തന്നെയില്ല. മറ്റേതൊരു ഇൻസുലിൻ ക്ലാസിഫിക്കേഷൻ എടുത്താലും അത് കുറച്ചും കൂടി മോഡിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് ഇൻസുലിനുകൾ സലൈനുമായിട്ടോ അല്ലെങ്കിൽ ബ്ലഡുമായിട്ടോ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് പ്രസിപ്പിറ്റേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്? കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അല്ലെ? ബ്ലോക്കേജ്, അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. പക്ഷേ HIRന് അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ആവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? HIRന് മാത്രം എന്തായിട്ട് കൊടുക്കുന്നത്? IV ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ സിംപ്ലി പറയുവാണെങ്കിൽ അതിന്റെ സോലിബിലിറ്റി, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ അതിന്റെ ഫാർമക്കോ കൈനറ്റിക്സ്, ഇതെല്ലാം ഒരു IV കൊടുക്കാനുള്ളതിന് സ്യൂട്ടബിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഗിവൺ വിത്ത് NPH അറ്റ് ദ സെയിം ടൈം ഇൻ ദ സെയിം സിറിഞ്ച്. അപ്പോൾ നമുക്കിത് NPHന്റെ കൂടെ കമ്പൈൻ ചെയ്ത് ഒരേ സമയം ഒരേ സിറിഞ്ചിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി നമ്മുടെ HIR അല്ലെങ്കിൽ റെഗുലർ ഇൻസുലിനുണ്ട്. അതാണ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിന്റെ കുറച്ച് പ്രത്യേകതകൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇന്റർമീഡിയറ്റ് ആക്ടിങ്. നമുക്കറിയാം ഇന്റർമീഡിയറ്റ് ആക്ടിങ്ങിൽ വരുന്നതാണ് NPH. NPH അതിന്റെ കീ ഒരു പോയിന്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഇഫ് ഗിവൺ വിത്ത്, നമുക്കറിയാം ഇപ്പം നമ്മൾ ഈ NPHനെ നമ്മൾ ഇൻസുലിൻ HIRുമായിട്ട് കൊടുക്കുവാണെങ്കിൽ അതിന് നമ്മൾ എടുക്കേണ്ട ഒരേ സിറിഞ്ചിൽ നമ്മൾ NPH HIR റെഗുലർ ഇൻസുലിനുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ ക്ലിയർ ടു ക്ലൗഡി അങ്ങനെ ഒരു രീതിയിലായിരിക്കണം കൊടുക്കണം. ഈ ക്ലിയർ ടു ക്ലൗഡി എന്നുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ HIR എടുക്കണം, എന്നിട്ട് വേണം നമ്മൾ എന്തെടുക്കാനായിട്ട്? ക്ലൗഡി ആയിട്ടുള്ള NPH എടുക്കാനായിട്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ NPHന്റെ ഫുൾ ഫോം എന്താന്ന് ചോദിച്ചാൽ ന്യൂട്രൽ പ്രോട്ടാമിൻ ഹെഗഡോൺ എന്നാണ് കേട്ടോ. അപ്പൊ ന്യൂട്രൽ പ്രോട്ടാമിൻ ഹെഗഡോൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പ്രോട്ടാമിൻ എന്ന് പറഞ്ഞ P സ്റ്റാൻഡ്സ് ഫോർ പ്രോട്ടാമിൻ. ഈ പ്രോട്ടാമിൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ പ്രോട്ടാമിൻ അതിന്റെ നമ്മൾ പറയുന്നത് ഒരു ലോങ് ആക്ഷൻ ആവാനുള്ള, അതിന്റെ ഒരു ആക്ഷൻ പ്രൊലോങ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ പ്രോട്ടാമിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം NPH എടുത്തതിന് ശേഷം നമ്മൾ റെഗുലർ ഇൻസുലിൻ എടുക്കാൻ നോക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ റെഗുലർ ഇൻസുലിൻ വയറിലേക്ക് ആക്സിഡന്റലി കുറച്ച് NPHന്റെ ഡ്രോപ്സ് വീണ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ NPHന്റെ ആക്ഷൻ, നമ്മുടെ റെഗുലർ ഇൻസുലിന്റെ ആക്ഷൻ പ്രൊലോങ് ചെയ്യും. നമുക്ക് റെഗുലർ ഇൻസുലിൻ നമുക്കറിയാം ഡ്യൂറേഷൻ 8 hours ആണ്. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ NPH അതുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ NPHും HIRും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ആദ്യം HIR എടുക്കുക, അത് കഴിഞ്ഞിട്ട് NPH എടുക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് ലോങ് ആക്ടിങ്. അപ്പൊ ലോങ് ആക്ടിങ്ങിന് എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഡെട്രിമേർ ഉണ്ട്, അതുപോലെ ഗ്ലാർജിൻ ഉണ്ട്. ഗ്ലാർജിനും ജനറിക് നെയിം ആണ്, അതിന് നമ്മൾ ട്രേഡ് നെയിം ആയിട്ട് വരുന്നതാണ് ലാൻഡസ്, പിന്നെ ഡീഗ്ലൂഡെക് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 3 ക്ലാസിഫിക്കേഷൻസ്. ഇനി ഇതിന്റെ കീ എന്താണെന്ന് ചോദിച്ചാൽ
ഇറ്റ് കാൺ ബി മിക്സ് വിത്ത് അതർ ഇൻസുലിൻ. ഇത് നമുക്ക് ഒരു ഇൻസുലിനുമായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. റീസൺ ഇത് തന്നെയാണ്. റീസൺ എന്താണ്? ഈ ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഈ ഇൻസുലിന് എന്താണ് ഒരു പ്രൊലോങ്ഡ് ആക്ഷൻ ആണ്. നമുക്കറിയാം ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 24 hour ഡ്യൂറേഷൻ ആണ് നമ്മുടെ ലോങ് ആക്ടിങ്ങിനായിട്ടുള്ള ലാൻഡസിനുള്ളത്. അപ്പം നമ്മൾ ലാൻഡസ് വേറെ എന്തുമായിട്ടെങ്കിലും മിക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ ആക്ഷന്റെ ടൈം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഗ്ലൈസീമിക് കൺട്രോൾ നമുക്ക് ലോസ് ആവും. അതുകൊണ്ട് നമ്മൾ ഇതിനെ വേറൊന്നുമായിട്ടും തന്നെ മിക്സ് ചെയ്യത്തില്ല. നമ്മൾ മിക്സ് ചെയ്യുന്നത് HIRനെ NPH ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അതും എന്ത് ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്? ക്ലിയർ ടു ക്ലൗഡി എന്നുള്ള. ആദ്യം HIR എടുക്കും, അത് കഴിഞ്ഞിട്ട് NPH എടുക്കും. അങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യാറുള്ളൂ. ഇനി റൂൾ ഓഫ് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈപ്പോഗ്ലൈസീമിയയുടെ സയൻസ് ആൻഡ് സിംറ്റംസ് കോൾഡ്, ക്ലാമി, ഷേക്കി, പേൽ, സ്വെറ്റി ആയിട്ടുള്ള സ്കിൻ. അപ്പം അവർ ഭയങ്കര കോൾഡ്, ക്ലാമി ആയിരിക്കും, ഭയങ്കര സ്വെറ്റിംഗ് ആയിരിക്കും ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന സമയത്ത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, കോൾഡ് ആൻഡ് ക്ലാമി ഗീവ് മീ ക്യാൻഡി. അപ്പം ഞാൻ ഭയങ്കര കോൾഡും ക്ലാമിയും ആണ്. അപ്പം ആ പേഷ്യന്റ് എന്ത് കൊടുക്കണം? ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റ് കോൾഡ്, ക്ലാമി ഒക്കെ ആയി സ്വെറ്റ് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അവർ കോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് അവർക്ക് ഓറലി നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് സ്വീറ്റ്സ് ആയിട്ട് സ്വീറ്റ്സ് ഐറ്റംസ് അല്ലെങ്കിൽ ക്യാൻഡീസ് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് അവരുടെ ഷുഗർ ലെവൽ കൂട്ടാം. ഇത് എപ്പോഴാണ് 70s കൂടുതൽ 70 mg/dL കൂടുതലാണെങ്കിലാണ് നമുക്ക് ഇതിങ്ങനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിലും താഴേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഞ്ചക്ഷൻസ് D25 കൊടുക്കാം. അപ്പൊ നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേറൊരു ക്ലാസ്സിൽ എടുക്കാം. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആൾവേസ് ഇപ്പം ഇൻസുലിൻ ഇൻക്രീസ് ഇൻസുലിൻ വിത്ത്. അപ്പം നമുക്ക് ഇൻസുലിൻ എപ്പോഴും ഇപ്പോൾ ഒരു പേഷ്യന്റ് ഒരു ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ നമുക്ക് എമൗണ്ട് എപ്പോഴൊക്കെ ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഒരു സ്ട്രെസ്സിലാണെങ്കിൽ നമുക്ക് അതിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സെപ്സിസിലാണെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസുലിന്റെ എമൗണ്ട് യൂണിറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സ്റ്റിറോയിഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ പേഷ്യന്റ് സിക്നസ്സിലാണെങ്കിൽ. അപ്പൊ ഇത്രയും കാരണങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇൻസുലിൻ കൂടുതൽ കൊടുക്കേണ്ടതെന്ന് അറിയാമോ? ഈ സംഭവങ്ങളെല്ലാം പേഷ്യന്റ് ഒരു സ്ട്രെസ്സിലാവുമ്പോഴോ അല്ലെങ്കിൽ ഒരു സെപ്സിസിലാവുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യന്റ് സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യന്റ് സിക്നസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലുള്ള ഷുഗറിന്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസുലിന്റെ അളവ് കൂട്ടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.